അപ്പോൾ ഗൈസ് ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യുന്നത് മാവ് കുഴയ്ക്കട്ടോ ഗൈസ് ചെയ്യുന്നത്. നമ്മൾ ചപ്പാത്തിക്കുള്ള മാവില്ലേ അത് കുഴയ്ക്കുകയാണ് നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് ഒരു ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. കുറച്ച് സബ്സ്ക്രൈബൊക്കെ കിട്ടട്ടെ. അപ്പോൾ ഗൈസ് ഞാൻ യൂട്യൂബ് ചാനൽ തുടത്തിയിട്ട് ഇത് രണ്ടാമത്തെ വീഡിയോ ആണ് കേട്ടോ ഗൈസ്. ഫസ്റ്റ് ഒരു ഷോർട്ട് വീഡിയോ ആണ് ഞാൻ ഇട്ടത്. അപ്പോൾ അത് ഒരു വലിയൊരു വീഡിയോ ആയിട്ടിടുന്നത് കേട്ടോ ഗൈസ്. പിന്നെ നമ്മൾ ചപ്പാത്തി നമ്മൾ ചുട്ടെടുക്കുകയാണ് കേട്ടോ ഗൈസ്. ചുട്ടെടുക്കല്ല, ഇങ്ങനെ ചട്ടിയിൽ വെച്ചിട്ട് ഒന്ന് ചുട്ടെടുക്കുന്നു. ഞാനത് പൊട്ടത്തിയാന്ന് വിചാരിക്കട്ടോ നിങ്ങൾ. അപ്പോൾ ഞാനാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ ഗൈസ്. അങ്ങനെ ചെറിയൊരു ഇളകലൊക്കെ ഉണ്ടാവും, ഞാൻ വീഡിയോ എടുക്കാൻ കൊണ്ടാണ് കേട്ടോ ഗൈസ് അത്. പിന്നെ നമ്മൾ അത് കുറേ ഇങ്ങനെ ഉണ്ടാക്കി വരും. അപ്പോഴേക്കും ഞാൻ മുട്ട പൊട്ടിക്കുകയാണ് കേട്ടോ ഗൈസ്. എന്തിനാണെന്നറിയോ, നമുക്ക് മയോണൈസിന് മുട്ട വേണം, അങ്ങനെ പൊട്ടിക്കുകയാണ് ഞാൻ മുട്ട. കണ്ടോ, അത് പൊട്ടണില്ല കേട്ടോ ഗൈസ്. കണ്ടോ ഗൈസ്. പിന്നെ അമ്മായിയാണ് ചപ്പാത്തി പരത്തണത്, ഞാൻ പറയാൻ മറന്നു. അപ്പോൾ ഇങ്ങനെ ചപ്പാത്തി ഇങ്ങനെ ചുട്ടിട്ട് വരിക കേട്ടോ ഗൈസ്. അത് പൊന്തി വരുന്നു, പുതിയ പാത്രമായത് കൊണ്ടാണ് തോന്നുന്നു പൊന്തി വരുന്നുണ്ട് കേട്ടോ ഗൈസ്. നല്ല ചട്ടുകം ഗൈസ്, ചട്ടുക കേട്ടോ. അങ്ങനെ പൊന്തി വരാണ്, മരത്തിൻ്റെ ചട്ടുക കേട്ടോ ഉള്ളത്. പിന്നെ നമ്മൾ ഇങ്ങനെ ചപ്പാത്തി ഇങ്ങനെ ചെയ്ത് ആവുകയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ കണ്ടോ ഗൈസ്, അങ്ങനെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകുന്നുണ്ട് ഗൈസ്. ഇങ്ങനെ മയമല്ല, പുതിയതല്ല, അതിൻ്റെ മയമല്ല, അത് കാരണമാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മൾ നേരെ നമ്മളിങ്ങനെ ചുട്ടെടുത്താണ്. നമ്മൾ നേരെ പോകുന്നത് ഇതൊക്കെയാണ്. നമ്മൾ 3 അല്ലി വെളുത്തുള്ളി മയോണൈസ് ഉണ്ടാക്കാനാണ്. 3 അല്ലി വെളുത്തുള്ളി പിന്നെ 3 കോഴിമുട്ട കണ്ടോ, 3 കോഴിമുട്ടയാണ്. പിന്നെ നമ്മൾ കുറച്ച് വിനാഗിരിയാണ് ചെയ്യുന്നത്. ചെയ്യുന്നതല്ല, ഒഴിക്കുന്നത് കേട്ടോ ഗൈസ്. വിനാഗിരിയാണ്, കുറച്ച് വിനാഗിരി അതും ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഗൈസ് ഞാൻ ഫസ്റ്റ് തന്നെ ഇൻട്രോ അറിയാൻ പറഞ്ഞു. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മാളു യൂട്യൂബ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഷവർമയാണ് ഗൈസ്. നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം ഗൈസ്. ഞാൻ മറ്റേത് ഇൻട്രോ പറയാൻ മറന്നുപോയി, അതാണ് ഇതായിന്. നമ്മൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഓയിലല്ല, നല്ല സൺഫ്ലവർ ഓയിലാണ് ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ ഗൈസ്. ഞാനാണ് ഒഴിക്കുന്നത്, എൻ്റെ ചേച്ചിയാണ് വീഡിയോ എടുക്കുന്നത്. ചേച്ചീൻ്റെ പേര് അനുശ്രീ എന്നാണ്, എൻ്റെ പേര് അനശ്വര എന്നാണ്. പിന്നെ എനിക്കൊരു ഏട്ടൻ കൂടി ഉണ്ട്, ഏട്ടൻ്റെ പേര് വിനായകൻ എന്നാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ ഗൈസ്. എനിക്കും എൻ്റെ അച്ഛനും കൂടി ഒരു യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ ഗൈസ്. പിന്നെ ഞങ്ങൾക്ക് 3 ആൾക്കും കൂടി ഇത് എൻ്റെയും ചേച്ചീൻ്റെ യൂട്യൂബ് ചാനൽ. ചേച്ചിയില്ല, എനിക്ക് മാത്രമുള്ളത്. പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് ഇത് എടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ അച്ഛന് ഒരു യൂട്യൂബ് ചാനൽ, ഇക്കും എൻ്റെ ചേച്ചിക്കും ഏട്ടനും കൂടി ഒരു യൂട്യൂബ് ചാനൽ, പിന്നെ ഇക്കും ആയിട്ട് ഒറ്റയ്ക്കായിട്ടുള്ള ഒരു യൂട്യൂബ് ചാനൽ. പിന്നെ നമ്മളത് അടിച്ചെടുത്തതിന് ശേഷം മയോണൈസ് റെഡി ആയിട്ടോ ഗൈസ്. പിന്നെ നമ്മൾ അതിലേക്ക് ഉപ്പിടാൻ പറഞ്ഞു പോയി, ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. സൈമയ്ക്ക് ഉപ്പ് നമ്മൾ പാത്രത്തിലേക്ക് ആക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഗൈസ്. കണ്ടോ ഗൈസ്, നമ്മൾ ഇങ്ങനെ ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ ഗൈസ്. ഞാൻ കുറച്ച് വിറ്റൊക്കെയാണ് കേട്ടോ ഗൈസ്. നമുക്കിങ്ങനെ പരിചയപ്പെട്ട് വരാം കേട്ടോ ഗൈസ്. അപ്പം നമ്മളിങ്ങനെ ഇതാവണേ. കമൻ്റൊക്കെ ചെയ്യും കേട്ടോ ഗൈസ്, നമുക്ക് സംസാരിക്കാമല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ. കമൻ്റൊക്കെ ചെയ്യുക എല്ലാവരും. അപ്പോൾ ഞങ്ങൾക്ക് 3 ആൾക്കും കുഞ്ചി ഇഷ്ടമായത് കൊണ്ടാണ് ഞങ്ങൾ കുഞ്ചി ചേർത്ത്. അല്ലെങ്കിൽ നിങ്ങൾ കുഞ്ചി ഇഷ്ടമല്ലാത്തവർ മഞ്ഞക്കുരു, ഞങ്ങളോട് കുഞ്ചി എന്നാണ് പറയാം. മഞ്ഞക്കുരു ഇഷ്ടമില്ലാത്തവർ അത് മാറ്റിയിട്ട് വെള്ളം മാത്രമായിട്ട് എടുത്താലും മതി കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ഉപ്പിട്ട് കൊടുക്കുകയാണ് കേട്ടോ ഗൈസ്. ഉപ്പ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഉപ്പ്. അപ്പോൾ നമ്മൾ ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. അതിൽ ഉപ്പൊക്കെ നല്ലപോലെ ഇളകി ഇതാവണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇതായി കൊണ്ട് വരിക കേട്ടോ ഗൈസ്. ഇളക്കിയും കൊണ്ട് ഇങ്ങനെ ആവണം, ആ ഉപ്പൊക്കെ അതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ
മിക്സിയിൽ അടിക്കണ വീഡിയോ ആണ് കേട്ടോ ഗൈസ്. നമ്മൾ മിക്സിയിൽ അടിച്ചു. അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ഞങ്ങൾ മറന്നുപോയി. അത് കാരണം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കണ്ടു ഗൈസ്, മഞ്ഞൾക്കുരു ഉള്ളത് കൊണ്ട് കുറച്ച് മഞ്ഞയായി. വെള്ളം മാത്രമാണെങ്കിൽ ഞാൻ 1 സ്പൂണ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒന്നല്ല 2 സ്പൂണ് വെള്ളം. 2 സ്പൂണ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ചിക്കൻ നേരാക്കണ പരിപാടിയിലേക്ക് കടന്നു. നമ്മൾ ചിക്കൻ നേരാക്കി കഴിഞ്ഞു കേട്ടോ ഗൈസ്. കണ്ടു ഗൈസ്, ഇനി നമ്മൾ ചിക്കനിലേക്ക് മസാലപ്പൊടികൾ ഇടുന്നത് കേട്ടോ ഗൈസ്. മസാലപ്പൊടികളെന്ന് വെച്ചാൽ അത്രയ്ക്ക് ഇതൊന്നുമല്ല, നമ്മൾ നാടനെ ചെയ്യുന്ന കളറൊന്നും ചേർത്തിട്ടില്ല. ഫസ്റ്റ് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഉപ്പ്. പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, പിന്നെ കുരുമുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി, അത്ര, പിന്നെ ഉപ്പും. അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ ഫസ്റ്റ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പം നമ്മൾ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗായ്സ്. നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്യുന്നുണ്ട് ഗൈസ്. അത് വരുന്നുള്ളൂ. അതിൻ്റെ മുന്നേ ഞാൻ വേഗം പറഞ്ഞ് കിടക്കും കേട്ടോ ഗൈസ്. അപ്പം നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. അത് നിങ്ങൾ കാണാഞ്ഞിട്ടാണ്. അപ്പോൾ ഗൈസ് നമ്മൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഫസ്റ്റ് നമ്മൾ ഗ്യാസ് കത്തിച്ചു കേട്ടോ ഗൈസ്. ഞങ്ങളോട് ഗ്യാസ് എന്ന് പറയാം, നിങ്ങളോട് സ്റ്റൗവ് അങ്ങനെയൊക്കെ പറയും. അപ്പോൾ നമ്മൾ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. ആ പാത്രത്തിൽ വെള്ളമൊക്കെ ഉണ്ട്. വെള്ളം ഉള്ളത് കാരണം നമ്മൾ ആ വെള്ളം തുടച്ച് കളയുക കേട്ടോ ഗൈസ് ചെയ്യുന്നത്. ആ വെള്ളം എന്താണ് എണ്ണയിൽ പിന്നെ നമ്മൾ മിക്സ് ചെയ്യാണ്. അപ്പം നമ്മൾ ഇതാക്കി കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് അടുത്ത വെള്ളം പോവാനാണ്, അല്ലെങ്കിൽ അത്. അപ്പോൾ ഗൈസ് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ആ വെള്ളം എന്തിനാണ് തുടച്ചതെന്ന് വെച്ചാൽ എണ്ണ വയ്ക്കുമ്പോൾ പൊട്ടിത്തെറിക്കാതിരിക്കാനാണ്. പിന്നെ നമ്മൾ കുരുമുളക് ഇത് ഇടാൻ മറന്നുപോയി. അത് കാരണം നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. അത് മറ്റേ ഇതിൽ വന്നില്ല, അത് കാരണമാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അതിന് മല്ലിപ്പൊടി പിന്നെ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്താണ് ഉപ്പ് കുറച്ച് കുറവായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്തിട്ടോ ഗൈസ് എല്ലാതും കൂടി. പിന്നെ നമ്മൾ കത്തിച്ച് വെച്ചതിലേക്ക് കുറച്ച് എണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. എണ്ണ ഒഴിക്കുമ്പോൾ പൊട്ടിത്തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ തുടച്ചത്. നമ്മൾ അതിങ്ങനെ എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അത് കുറച്ച് ചൂടായിട്ടുണ്ടായിരുന്നു. ഇത് വെച്ചപ്പോൾ സൺഫ്ലവർ കുറച്ച് ഒഴിച്ചു. അതുകൊണ്ടാണ് ഇങ്ങനെ പത വരുന്നത്. പിന്നെ നമ്മൾ ചിക്കൻ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇതാക്കി എടുക്കുക കേട്ടോ ഗൈസ്. കണ്ടോ ഗൈസ്, നമ്മൾ ചിക്കൻ മസാലയൊക്കെ തേച്ച് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഫ്രൈ അല്ല, വറുത്തെടുക്കട്ടെ ഗൈസ്. ഞങ്ങളവിടെ ഫ്രൈക്ക് വറുത്തെടുക്കുക എന്നൊക്കെ പറയാം കേട്ടോ ഗൈസ്. അത് കാരണമാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അങ്ങനെ വറുത്ത് വരുമ്പോഴേക്കും അതിലേക്ക് പിന്നെ നമ്മൾ കരിവേപ്പിലൊക്കെ ഉണ്ടാവില്ലേ, കരിവേപ്പില ഇട്ട് കൊടുക്കണം ഗൈസ്. അതാണ് കരിവേപ്പില മെയിനാണ്. കരിവേപ്പില ഫസ്റ്റ് കോട്ടിങ്ങിൽ ഇട്ട് കൊടുക്കണം, 2ാം കോട്ടിലും ഇട്ട് കൊടുക്കണം. അത് നമ്മൾ ഫസ്റ്റ് കുറച്ച് വെന്തിട്ടില്ല വിചാരിച്ചിട്ടാണ് നമ്മൾ സെക്കൻഡ് ഇട്ടതിലേക്ക് വെന്ത് കഴിഞ്ഞിട്ട് അത് അതിമ തന്നെ വെച്ചിട്ട് ഫസ്റ്റ് വറുത്തതിൽ ഇട്ട് കൊടുത്തത് കേട്ടോ ഗൈസ്. അതാണ് ഒന്നും കൂടി കരിയല്ല, എനിക്കിങ്ങനെ മുരിഞ്ഞ ചിക്കനാണ് ഇഷ്ടം. മീനായാലും ചിക്കനായാലും എനിക്ക് നല്ല മുരിഞ്ഞത് വേണം. മുരിഞ്ഞതുമായിട്ട് വേണം എനിക്ക്, ആണ് പറഞ്ഞത്. അങ്ങനത്തെ വേണമെന്ന്. പിന്നെ നമ്മൾ ചിക്കൻ ഇങ്ങനെ മാറ്റി കൊടുക്കുക കേട്ടോ ഗൈസ്. പിന്നെ ഓളെ കയ്യമ്മയ്ക്ക് കുറച്ച് എണ്ണ തെറിച്ചും കൊണ്ട് പിന്നെ ഞാനായി ഗൈസ്. പിന്നെ ഓളെ കൈമക്ക് ചേച്ചിൻ്റെ കൈമക്ക് കുറച്ച് എണ്ണ തെറിച്ചു. അത് കാരണം പിന്നെ ഞാൻ സെക്കൻഡ് കോട്ടിങ് ഞാനാണ് എടുത്തത് കേട്ടോ ഗൈസ്. കണ്ടോ, ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടും അവൾക്ക് പോരാ പറഞ്ഞിട്ട് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ മാറ്റി നിർത്തി. അപ്പോൾ പോയി അങ്ങനെ മാറി നിന്നു. കയ്യുമ്മക്ക് ഇങ്ങനെ ഇട്ടപ്പോൾ എണ്ണ തെറിച്ചു. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത്, ഒന്നും കൂടി ഒന്ന് വേവട്ടെ പറഞ്ഞിട്ടാണ് ഞാൻ 2ാം പ്രാവശ്യം ഇട്ട് കൊടുത്തത്. അപ്പം നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് പിന്നെയും കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. പിന്നെ നമ്മൾ മയോണൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പം ഞാൻ ചിക്കൻ എടുത്തുകൊണ്ട് വന്നു കേട്ടോ ഗൈസ്. അതാണ് ഗൈസ്. ചപ്പാത്തി എടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഉണ്ടാക്കിയത് 4 ഷവർമ കേട്ടോ ഞങ്ങൾ ഉണ്ടാക്കിയത്. ഞാൻ മറന്നു കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ഷവർമയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ചിക്കൻ ഇങ്ങനെ കട്ട് ചെയ്യാൻ നിന്നു. ചിക്കൻ ഇങ്ങനെ കുനുകുനാന്നുണ്ടായിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് ചപ്പാത്തി വെച്ചിട്ട് നമ്മളെ മയോണൈസ് ഉണ്ടാവില്ലേ, മയോണൈസ് എടുത്തിട്ട് അതിലേക്ക് തേച്ച് കൊടുത്തു കേട്ടോ ഗൈസ്. മയോണൈസ് നല്ലപോലെ തേച്ച് കൊടുക്കണം.
എന്നാലാണ് റെഡി ആവുകയുള്ളൂ. നമ്മൾ മയോണൈസ് നല്ലപോലെ തേച്ച് കൊടുക്കുക കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ നല്ലപോലെ തേച്ച് കൊടുക്കണം, എന്നാലാണ് മയോണൈസ് ഉണ്ടായാലാണ് അത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അത് കാരണമാണ് ഞാൻ പറഞ്ഞ് നല്ലപോലെ തേച്ച് കൊടുക്കണമെന്ന്. പിന്നെ നമ്മൾ ചിക്കനില്ലാതെ ഷവർമ ഉണ്ടാവില്ലല്ലോ ഗൈസ്. അതുതന്നെ ചിക്കനില്ലാതെ ഷവർമ അപ്പോൾ നമ്മൾ കടയിൽ പോയി ഉണ്ടാക്കുന്നതല്ല, ഇത് കടയിൽ പോയി കഴിക്കണേക്കാട്ടിലും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഗൈസ്. ആ മയോണൈസും പിന്നെ നമ്മൾ എനിക്ക് വെജിറ്റബിളൊന്നും അങ്ങനെ ഇഷ്ടമല്ല. തക്കാളി, ഉള്ളിയൊക്കെ ഇഷ്ടമാണ്, ഉള്ളിയും ക്യാബേജൊക്കെ ഇഷ്ടമാണ്. പക്ഷെ തക്കാളി എനിക്ക് ഇഷ്ടമല്ല. കാരണം ഞാൻ എവിടെ പോയാലും തക്കാളി മാറ്റി വയ്ക്കും എന്തായാലും. കാരണം റോള് ഞാൻ ലോറി എന്നൊക്കെ പറയാൻ വേണം. ഒരു റോള് 2 റോളായിരുന്നു. ഞങ്ങൾ 2 ആൾക്കാരാണ് റോളാക്കിയത്. കണ്ടോ, അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഒരു ഗുഹൻ്റെ പോലെ അല്ലേ ഗൈസ്. ഒരു ഗുഹൻ്റെ പോലെയാണ് അതിൻ്റെ ഉള്ളിൽ ഇട്ടോ ഗൈസ്. ഞാൻ പറയുന്നത് നമുക്ക് ടേസ്റ്റിംഗ് ടൈമാണ് ഗൈസ്. ടേസ്റ്റ് ചെയ്യാണ് കേട്ടോ ഗൈസ്. നമുക്ക് ടേസ്റ്റ് ചെയ്യണ്ടേ. അപ്പം ഉണ്ടാക്കിയ ടേസ്റ്റാണ് ഗൈസ്. കടിച്ചിട്ട് കിട്ടുന്നില്ല ഗൈസ്. സൂപ്പറായിട്ടുണ്ട് ഗൈസ്. പൊളി സാധനം, നല്ല ടേസ്റ്റാണ് ഗൈസ്. നല്ല പുള്ളി സാധനം കേട്ടോ ഗൈസ്. അപ്പം നമ്മൾ അവിടെ എൻ്റെ അച്ഛനെ ഇരിക്കണ്ട, അതാണ് ഞാൻ സൂപ്പർ എന്ന് പറഞ്ഞത് കേട്ടോ ഗൈസ്. ഇത് നല്ല ടേസ്റ്റുള്ളൊരു സാധനം കേട്ടോ ഗൈസ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ വീട്ടിൽ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മളെ മാളൂസ് വ്ളോഗ് എല്ലാവരും ഒന്ന് മാളൂസ് വ്ളോഗ് പാലോട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും.